നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് ഈവനിംഗ് ഇന്ന് പോകുന്നത്. അനന്തപുരി വിദ്വേഷ പ്രസംഗത്തിൽ PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കി. തിരുവനന്തപുരം 1-ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം റദ്ദാക്കിയത്. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. പിന്നാലെ PC ജോർജ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. വെണ്ണല വിദ്വേഷ പ്രസംഗ കേസിന്റെ ചോദ്യം ചെയ്യലിനാണ് PC ജോർജ് എത്തിയത്. പോലീസ് സ്റ്റേഷന് പുറത്ത് പ്രതിഷേധം നടത്തിയ PDP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. PC ജോർജിന് പിന്തുണയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും തൃക്കാക്കരയിലെ BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തി. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ തിരുവനന്തപുരം ഫോർട്ട് പോലീസ് പാലാരിവട്ടത്തെത്തി. വെണ്ണല വിദ്വേഷ കേസിലെ ചോദ്യം ചെയ്യൽ പൂർത്തിയായാൽ PC ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി ന്യൂസ് ഈവനിംഗിൽ MG പ്രതീഷ്, അരുൺ രാജ്, വിനീത എന്നിവർ. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഇന്നിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്? നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിൽ നിന്ന് തുടങ്ങാം. വെണ്ണല വിദ്വേഷ കേസിൽ ജാമ്യലംഘനം നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി എന്ത് പരാമർശമാണ് നടത്തിയിട്ടുള്ളത്? ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദം എന്തായിരുന്നു പ്രതിഭാഗത്തിൻ്റെയും? അനുജ, തിരുവനന്തപുരം ഹിന്ദു മഹാസമ്മേളനത്തോടനുബന്ധിച്ച PC ജോർജ് നടത്തിയ മതവിദ്വേഷ പ്രസംഗത്തിലാണ് PC ജോർജിന്റെ ജാമ്യം തിരുവനന്തപുരം വഞ്ചിയൂർ കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ PC ജോർജിന് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ജാമ്യ വ്യവസ്ഥകൾ PC ജോർജ് ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസാണ് കോടതിയിൽ അപ്പീൽ നൽകിയത്. PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നായിരുന്നു ഈ ഹർജിയിലെ ആവശ്യം. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജിയിലെ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ പൂർത്തിയായിരുന്നു. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത് ഈ PC ജോർജ് തുടർച്ചയായി മതവിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നു, ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഒരു സമീപനമാണ് PC ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ അവതരിപ്പിച്ചത്. ഇതിനുശേഷം എറണാകുളം വെണ്ണലയിൽ PC ജോർജ് നടത്തിയ മതവിദ്വേഷ പ്രസംഗം ഉയർത്തിക്കാട്ടിയായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഇതിൽ പ്രതിഭാഗം ഉന്നയിച്ചത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഒരൊറ്റ കാരണമാണ്. ഇതിൽ പ്രധാനമായും ഈ പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഉള്ളത്, മറ്റ് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ PC ജോർജ് നടത്തിയിട്ടില്ല എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ PC ജോർജിന്റെ ജാമ്യം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വിധിപ്പകർപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കോടതി പറയുന്നത് ഈ ജാമ്യം PC ജോർജ് ദുരുപയോഗം ചെയ്തുവെന്നാണ്. ഈ ജാമ്യം അനുവദിച്ചുകൊണ്ട് പ്രധാനമായും ഈ മാധ്യമങ്ങളെ കാണുന്നതിലും അതുപോലെ തന്നെ ഈ പബ്ലിക് മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നതിനുമൊക്കെ തന്നെ കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയ നിമിഷം മുതൽ ഇത് ലംഘിക്കുന്ന ഒരു നിലപാടായിരുന്നു PC ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ജാമ്യം ലഭിച്ച 10 ദിവസത്തിനുള്ളിലാണ് ഈ എറണാകുളം വെണ്ണലയിൽ PC ജോർജ് സമാനമായിട്ടുള്ള മതവിദ്വേഷ പ്രസംഗം നടത്തിയത്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നടത്തിയതിനേക്കാൾ ഒരുപടി കടന്നുള്ള മതവിദ്വേഷ പ്രസംഗമായിരുന്നു PC ജോർജ് വെണ്ണലയിൽ നടത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോടതി PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വാദിച്ച പ്രതിഭാഗത്തിന്റെ എല്ലാ വാദങ്ങളും കോടതി തള്ളിയിട്ടുണ്ട്. ഈ മാത്രമല്ല, ഈ കേസിൽ വാദം നടക്കുന്ന സമയത്ത് ഈ PC ജോർജ് നടത്തിയ മതവിദ്വേഷ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കോടതി ആവശ്യപ്പെട്ടിരുന്നു. പോലീസിനോട് ഇത് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട 4 CD-കളാണ് പോലീസ് വഞ്ചിയൂർ കോടതിയിൽ നൽകിയത്. ഇതിൽ 37 മിനിറ്റുള്ള, അതായത് എറണാകുളം വെണ്ണലയിൽ PC ജോർജ് നടത്തിയ 37 മിനിറ്റുള്ള ഈ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കോടതി നേരിൽ കണ്ടു. ഇതിനുശേഷമാണ് ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും PC ജോർജിന്റെ ജാമ്യം കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. ഈ ഫോർട്ട് ACP-യോട് PC ജോർജിനെ ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്ന ഒരു നിർദ്ദേശമാണ് നടത്തിയിരിക്കുന്നത്. ഈ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ എറണാകുളത്ത് എത്തിക്കഴിഞ്ഞു. കാരണം ഈ കേസിൽ പോലീസിന് അനുകൂലമായി തന്നെ ഒരു വിധി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നേരത്തെ തന്നെ തിരുവനന്തപുരത്തു നിന്നുള്ള പോലീസ് സംഘം എറണാകുളത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും പാലാരിവട്ടം സ്റ്റേഷനിലാണ് നിലവിൽ PC ജോർജ്. ഇവിടെ നിന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് PC ജോർജിനെ കസ്റ്റഡിയിൽ വാങ്ങും, അതായത് കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും PC ജോർജിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സർക്കാരിനെ സംബന്ധിച്ച് അതൊരു ആശ്വാസ വിധിയും കൂടിയാണ്. കാരണം ഈ കേസിൽ നേരത്തെ PC ജോർജിന് ജാമ്യം ലഭിച്ച സമയത്ത് സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. കാരണം വേണ്ടത്ര ശ്രദ്ധയോടുകൂടിയല്ല സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത്. പ്രോസിക്യൂഷൻ കൃത്യമായിട്ടുള്ള വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചില്ല തുടങ്ങിയ ആക്ഷേപങ്ങളായിരുന്നു അന്ന്
എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇതിനെല്ലാം തന്നെ ഒരു മറുപടി എന്നോളം അല്ലെങ്കിൽ സർക്കാരിനും പോലീസിനും ആശ്വസിക്കാവുന്ന ഒരു വിധിയാണ്. എന്തായാലും PC ജോർജിന്റെ അറസ്റ്റിലേക്കുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അനുജ, ശരി, തിരുവനന്തപുരം കോടതിയാണ് PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കിയത്. PC ജോർജ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നുണ്ട്. വെണ്ണല മതവിദ്വേഷ പ്രസംഗ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് അദ്ദേഹം ഹാജരാകുന്നു. ആ സമയത്താണ് ഇപ്പോൾ കോടതിയുടെ ഉത്തരവ്, ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൂടി പുറത്തു വന്നത്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്കാണ് ഇനി ന്യൂസ് ഈവനിംഗ് പോകുന്നത്. വിനീത വിജിയിലേക്ക് ആദ്യം. വിനീത, നേരത്തെ തന്നെ ഉച്ചയോടെ PC ജോർജ് ഹാജരായേക്കുമെന്ന വിവരമുണ്ടായിരുന്നു. അദ്ദേഹം ഹാജരാവുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ഈ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള തിരുവനന്തപുരത്തെ കോടതിയുടെ ഉത്തരവ് കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുകയാണോ പോലീസ് സ്റ്റേഷനിൽ? വിനീതയിലേക്ക് ഞാൻ എത്താം. അരുൺ രാജിലേക്കാണ് ഞാൻ പോകുന്നത്. അരുൺ, ഇപ്പോൾ നേരത്തെ പ്രതീക്ഷ സൂചിപ്പിക്കുന്നത് പോലെ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു പോലീസ് സംഘം നേരത്തെ തന്നെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോർട്ട് ACP അടക്കം അങ്ങോട്ടേക്ക് എത്തുമെന്ന വിവരമൊക്കെ വരുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് സമയത്തിനകം തന്നെ വൈകാതെ ഉണ്ടാകും എന്ന തരത്തിലേക്കാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? ആരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ നിലവിൽ പാലാരിവട്ടത്തുള്ളത്? അനന്തപുരി മതവിദ്വേഷ പ്രസംഗ കേസിലാണ് PC ജോർജിന്റെ ജാമ്യം തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കിയത്. അതിന് തൊട്ട് പിന്നാലെ വെണ്ണല മതവിദ്വേഷ കേസിൽ ചോദ്യം ചെയ്യലിനായി പാലാരിവട്ടം സ്റ്റേഷനിലേക്ക് PC ജോർജ് ഹാജരാവുകയും ചെയ്തു. നടപടിയെ മാനിക്കുന്നു, നിയമ നടപടിക്ക് വഴങ്ങും എന്നാണ് PC ജോർജ് അപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ പാലാരിവട്ടം സ്റ്റേഷനിൽ PC ജോർജിനെ ചോദ്യം ചെയ്യുകയാണ്. അതിനുശേഷം PC ജോർജിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്ന വിവരമാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നത്. ഇതിനോടകം തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു സംഘം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, പാലാരിവട്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഫോർട്ട് ACയുടെ നേതൃത്വത്തിലുള്ള സംഘവും പാലാരിവട്ടത്തേക്ക് എത്തുമെന്ന വിവരമാണ്. നേരത്തെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി ജാമ്യ വ്യവസ്ഥകളുടെ കൃത്യമായ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. അനന്തപുരി പ്രസംഗത്തിന് ശേഷം ഏതാണ്ട് 10 ദിവസം കഴിയുമ്പോഴേക്കുമാണ് വെണ്ണലയിൽ സമാനമായ രീതിയിൽ മതവിദ്വേഷ പ്രസംഗം PC ജോർജ് നടത്തിയത്. അത് ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്നത് കോടതി ഇന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യം റദ്ദാക്കി ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നൊരു നിർദ്ദേശം ഫോർട്ട് പോലീസിന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി നൽകിയത്. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടിക്രമങ്ങൾ തന്നെ ഉടൻ ഉണ്ടാകും എന്ന വിവരം. അതിനിടെ PC ജോർജിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് BJP പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ അടക്കം, തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി അടക്കം ഇപ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട്. പ്രതിഷേധവുമായി PC ജോർജിന് പ്രതിഷേധവുമായി PDP പ്രവർത്തകരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അരുൺ രാജ് തത്സമയം. അരുൺ രാജ്, ഇപ്പോൾ പോലീസിന്റെ ഒരു സംഘം നേരത്തെ തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്, പാലാരിവട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എന്ന വിവരം പ്രതീക്ഷ നൽകുന്നു. കൂടാതെ ഫോർട്ട് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘവും അങ്ങോട്ടേക്ക് എത്തുമെന്നതാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? തീർച്ചയായും ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ BJP നേതാക്കളെ അടക്കം PC ജോർജിനെ കാണാൻ വേണ്ടി അനുവദിച്ചിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ BJP നേതാക്കൾ അടക്കം പുറത്തേക്ക് വരുന്ന കാഴ്ച അതാണ് നമ്മൾ ഇഘട്ടത്തിൽ കാണുന്നത്. BJP നേതാക്കൾ അടക്കം പുറത്തേക്ക് വരികയാണ്. BJP നേതാക്കൾക്ക് ഒപ്പം PC ജോർജും BJP നേതാവ് K സുരേന്ദ്രനൊപ്പം PC ജോർജും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ BJPയുടെ സംസ്ഥാന നേതാക്കൾ അടക്കം നേരത്തെ പോലീസ് സ്റ്റേഷനുള്ളിൽ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ഷോൺ ജോർജ്, PC ജോർജ് അടക്കമുള്ളവർ BJPയുടെ സംസ്ഥാന നേതാക്കൾക്കൊപ്പം പുറത്തേക്ക് വരുന്നു. മാധ്യമപ്രവർത്തകരെ നോക്കി കൈവീശുന്നു. ഇത് PC ജോർജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നതിനിടയിലാണ് PC ജോർജ് പുറത്തേക്കെത്തി BJP പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നത്. BJP പ്രവർത്തകർ തിരിച്ചും ഹർഷാരവം മുഴക്കുന്നുണ്ട്. അങ്ങനെ PC ജോർജിനെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ട് ഈ പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന അല്ലെങ്കിൽ പ്രവർത്തകരുമായി ഒരു ഇടപഴകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന PC ജോർജ് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. BJPയുടെ സംസ്ഥാന നേതാക്കൾ ഇതിനെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അനുജ, എന്താണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സംഭവിക്കുന്നത് എന്താണ് അരുൺ രാജ്?
ഇക്കാര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയിൽ എന്തായാലും PC ജോർജിനെ പുറത്തേക്ക് PC ജോർജ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ വാഹനമാണ് ഈ പുറത്തിട്ടിരിക്കുന്നത്. അവിടേക്കാണ് ഈ PC ജോർജിനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. PC ജോർജിനെ ഒരുപക്ഷെ വാഹനത്തിലേക്ക് ഈ പോലീസ് DCPയുടെ വാഹനത്തിലേക്ക് കയറ്റാനുള്ള നീക്കമായിരിക്കാം പോലീസ് നടത്തുന്നത് എന്നുള്ള സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ BJP പ്രവർത്തകരുടെ സംരക്ഷണയിൽ അല്ലെങ്കിൽ BJP പ്രവർത്തകരുടെ ഇടപെടലോടെ തന്നെയാണ് PC ജോർജ് പുറത്തേക്ക് എത്തുന്നത്. PC ജോർജ് പുറത്തേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഈ കാണുവാൻ കഴിയുന്നത്. വാഹനത്തിലേക്ക് കയറ്റുകയാണ്. PC ജോർജ് DCPയുടെ വാഹനത്തിൽ കയറുകയാണ്. PC ജോർജ് ഒരുപക്ഷെ ഈ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോകുന്നതിന് മുന്നോടിയായി തന്നെ ആണ് ഈ PC ജോർജിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാറ്റുവാനുള്ള സാഹചര്യമാണ് പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഒരു രീതി അല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം പോലീസ് നിലവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. PC ജോർജ് ഇപ്പോൾ ആ DCPയുടെ വാഹനത്തിൽ കയറിയിരിക്കുന്നു. DCPയുടെ വാഹനത്തിലേക്കാണ് PC ജോർജ് കയറിയിട്ടുള്ളത്. PC ജോർജിനെ പാലാരിവട്ടത്തു നിന്ന് മാറ്റുകയാണ് പോലീസ്. കൂടുതൽ ഒരു സുരക്ഷിതത്വം, കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തകർ സംഘടിച്ച സാഹചര്യത്തിലാണ് പാലാരിവട്ടത്തു നിന്ന് PC ജോർജിനെ മാറ്റാനുള്ള നടപടി ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് അരുൺ രാജ്, ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ മാറ്റുന്നത് എന്നാണോ ഇപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന നിഗമനം? ശരി, PC ജോർജ് ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ കൊച്ചി DCPയുടെ വാഹനത്തിൽ കയറിയിരിക്കുകയാണ്. അവിടെ വലിയൊരു സംഘം BJP പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. PC ജോർജിന് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കി മുതിർന്ന നേതാക്കൾ അടക്കം സ്ഥലത്തുണ്ട്. അത്തരത്തിൽ പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി പോലീസിന്റെ മുൻകരുതൽ നടപടി എന്ന നിലയിലേക്കാണോ ഈ തരത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത് എന്നതിൽ ഇനിയും ഒരു വ്യക്തത കുറവുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, എന്തുകൊണ്ടാണ് PC ജോർജിനെ അവിടെ നിന്ന് മാറ്റുന്നത്? അത് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണോ? അറിയില്ല, ഷിഫ്റ്റ് ചെയ്യുന്നത് അത് ക്യാമ്പിലോട്ടാണെന്ന് തോന്നുന്നു. സ്വാഭാവികമാണല്ലോ ചേട്ടാ. അല്ല, അറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഒരു ഇൻറ്റൻഷൻ എന്തായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്നല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ഇൻട്രീം ഓർഡർ ഉള്ള ഒരു കേസിൻ്റെ FIR-മേലാണ് അവിടെ ഈ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജാമ്യത്തിൽ നിൽക്കുമ്പോൾ സമാന സ്വഭാവമുള്ള കേസിൻ്റെ FIR ദാറ്റ് ഇസ് ഇനഫ്. ഒരു ബെയിൽ ക്യാൻസൽ ചെയ്യാൻ അത് ഇനഫാണ്. ഞാൻ എപ്പോഴും പറയുന്നു, 34 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗത്തിൻ്റെ എവിടെയും വർഗീയ സ്പർദ്ധ, അതായത് 153A 295A വരാനുള്ള ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല ആ പ്രസംഗത്തിൽ. പക്ഷേ ഇത് പോലീസിൻ്റെ ഒരു നിർബന്ധമാണ്. ഇന്നിവിടെ കീഴടങ്ങാനുള്ള കാരണമെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇവിടെ 2:30 ഇവിടെ ആ വിധി 2:30 വരുമെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളിവിടെ വന്നത് 3 മണിക്കാണ്. കാരണം ഇവിടുന്ന് കഴിഞ്ഞ് അരമണിക്കൂർ സമയമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഇവിടെ വരണമെന്ന് പറയുന്നത് പിണറായിയുടെ പോലീസ് അതിന് കീഴടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നിയമം വിട്ട് നിയമത്തെ അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ PC ജോർജ് ഉദ്ദേശിക്കുന്നുള്ളൂ. പൊക്കോട്ടെ. എന്തോ ഇത് എന്തിനാ അത് വ്യക്തമല്ലേ? ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഉണ്ടായിട്ടുള്ള കോലംകെട്ടുകൾ എന്താണ്? വീട്ടിലേക്ക് പോലീസല്ല, സമീപ പ്രദേശമുള്ള മുഴുവൻ ബന്ധുവീടുകളിലും പോലീസ് കയറുന്നു. ബന്ധുക്കളെ സ്റ്റേഷൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്റ്റേഷൻ ഹാജരാകാൻ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഇവർ പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് 153A അനുസരിച്ചെടുത്ത കേരളത്തിലെ ആദ്യത്തെ കേസാണിത്. PC ജോർജിന്റെ ഇപ്പോൾ ഈ തൃക്കാക്കര ഇലക്ഷൻ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ വളരെ നിസ്സാരമായിട്ട് പറയുന്നു, തൃക്കാക്കര ഇലക്ഷൻ ഇല്ലെങ്കിൽ ഈ കേസ് തന്നെ ഉണ്ടാകില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. ഇത് അതിനു വേണ്ടിയാണ്. ഇവിടെ പ്രീണന രാഷ്ട്രീയം, ആ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ രക്തസാക്ഷിയാണ് PC ജോർജ്. ആ പ്രീണന രാഷ്ട്രീയം ഇത് കേരളത്തിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിലും അംഗീകരിക്കാത്ത രീതിയിൽ ഇവിടുത്തെ ജാതി മത സമവാക്യങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ട് എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നുള്ള വലിയ ഉദ്ദേശവുമായി പിണറായി വിജയനും മറുവശത്ത് VD സതീശനും എങ്ങനെ പ്രീണിപ്പിക്കാം. PC ജോർജിൻ്റെ അറസ്റ്റ് വലിയ രീതിയിൽ PC ജോർജിൻ്റെ അറസ്റ്റ് എന്ന് പറയുന്നത് തൃക്കാക്കര പ്രോഡക്റ്റാണ്. തൃക്കാക്കര ഇലക്ഷൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചേട്ടാ ഏതെങ്കിലും കാര്യത്തിൽ ഇനി ഒരു അറസ്റ്റ് ഉണ്ടാവില്ല. എന്തിനും ഈ FIR പോലും ഉണ്ടാകില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. തുടർ നീക്കം എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ? നിയമപരമാണ്. നമ്മൾ നിയമത്തെ അനുസരിച്ചല്ലേ ഇവിടെ വന്നത്.
ഇപ്പോൾ പോലീസിനെ പിടിച്ചിട്ടല്ലല്ലോ, ഇവിടെ കേരളം മുഴുവൻ വരെ നടന്നതല്ലേ പോലീസ് പിടിക്കാൻ. എന്നിട്ട് പിടിച്ചോ? ഇല്ലല്ലോ, പി സി ജോർജിനെ പിടിച്ചില്ലല്ലോ. വലിയ സംവിധാനമല്ല പോലീസിന്, പി സി ജോർജിനെ പിടിച്ചില്ലല്ലോ. അത് പിണറായിയുടെ പോലീസിനെ ഗുണ്ടായുസിന് നിന്ന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ന് ജാമ്യം റദ്ദ് ചെയ്തത് സാങ്കേതികപരമാണ് എങ്കിൽ പോലും ജാമ്യം റദ്ദ് ചെയ്തത് കോടതിയാണ്. ആ കോടതി അനുസരിക്കാൻ ഒരു പൊതുപ്രവർത്തകനായ പി സി ജോർജിന് കടമയുണ്ട്. ആ കടമയാണ് നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു കീഴ്ക്കോടതി ജാമ്യം റദ്ദ് ചെയ്താൽ സ്വാഭാവികമായി എന്ത് ചെയ്യും? മേൽക്കോടതിയെ സമീപിക്കും. തീർച്ചയായിട്ടും നിയമപരമായ കാര്യങ്ങൾ ചെയ്യും. അത് പോലീസിന് ഇപ്പോൾ ക്യാമ്പിലോട്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തോ ചേട്ടാ എന്തോ ട്രിവാൻഡ്രത്തേക്ക് പോലീസ് അവർ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അവിടെ അഡ്വക്കേറ്റ്സൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞാനും കൂടെ ഉണ്ടാവും മിക്കവാറും. വെണ്ണല കേസുമായിട്ടുള്ള ഞങ്ങൾ ഇന്ന് ഇവിടെ ഹാജരായത് തന്നെ ഇന്നലെ കോടതിയുടെ ബെയിൽ കണ്ടീഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇവിടെ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇവിടെ ഹാജരാകണം എന്ന് പറഞ്ഞിരുന്നു. ആ കോടതി പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് ഹാജരായത്. പക്ഷെ ഇവിടെ ഹാജരാകുമ്പോൾ ഇങ്ങനെ ഒരു കുടുക്കുണ്ട് എന്ന് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. കാരണം ഇവിടെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ബെയിൽ ഓർഡർ 2:30-ക്കാണെന്ന് നമുക്കറിയാം. 11:30-ക്ക് വെച്ചു, അതിനുശേഷം 2:30-ക്ക് വെച്ചു. ആ 2:30-ക്കാണെന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ 2:30-ക്ക് വെച്ച ഓർഡർ റദ്ദ് ചെയ്താൽ സ്വാഭാവികമായ അറസ്റ്റ് വരും നമുക്കറിയാം. പക്ഷേ അതിനനുസരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഒരു പൊതുപ്രവർത്തനത്തിൽ ബാധ്യതയുണ്ട്. കോടതിയെ അനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകും. താങ്ക് യു. നിയമ നടപടികളെ അനുസരിക്കാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പി സി ജോർജിന് ബാധ്യതയുണ്ട് എന്നാണ് മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസിന്റെ ഗുണ്ടായുസത്തിന് നിന്നുകൊടുക്കാൻ കഴിയില്ല. ഇത് നിയമ നടപടികൾക്ക് അനുകൂലമായി പ്രതികരിക്കുക എന്ന ആ പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ചെയ്തിരിക്കുന്നത് പി സി ജോർജ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. വെണ്ണല മതവിഭാഗങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള മുദ്രാവാക്യം വിളി, ആ മുദ്രാവാക്യം വിളിയോട് നിസ്സംഗമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും 2 ദിവസം യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ള സംസ്ഥാന സർക്കാർ ഇപ്പൊ ചെയ്യുന്ന എന്താ? പി സി ജോർജിനെ പാട്ടയാടുന്നു. ഇത് ക്രൈസ്തവ വേട്ടയാണ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഇതുപോലെ തെരഞ്ഞെടുപ്പിന്റെ ഒരു വേളയിൽ അറസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും തൃക്കാക്കരയിലെ SDPIന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും വോട്ടിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള നീക്കമാണ്. ശരി, ഇപ്പോൾ പി സി ജോർജിന് പിന്തുണയുമായി BJPയുടെ മുതിർന്ന നേതാക്കളടക്കം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണമൊക്കെയാണ് കാണുന്നത്. വിനീത വിജയിലേക്ക്. വിനീത, എങ്ങോട്ടേക്കാണ് പി സി ജോർജിനെ കൊണ്ടുപോയത് എന്നതിൽ മകൻ ഷോൺ ജോർജിനും അത്ര വ്യക്തതയില്ല എന്ന് തോന്നുന്നു. ക്യാമ്പിലേക്കായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് എന്താണ്? ഇത് വേണ്ട. പി സി ജോർജ് തിരുവനന്തപുരത്തേക്കാണ് പി സി ജോർജിനെ കൊണ്ടുപോയതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഷോൺ ജോർജ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത് വലിയ രീതിയിൽ പോലീസിന് മേൽ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണം അടക്കമുള്ള ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു. തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു അറസ്റ്റ് എന്ന രീതിയിലേക്ക് അടക്കം വന്നിരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇനി നിയമപരമായി തന്നെ പോരാടുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. BJPയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയൊരു പ്രതിഷേധവുമായി തന്നെ എത്തിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് കൂടുതൽ പോലീസുകാരെ അടക്കം ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് ഒരുക്കിയിരുന്നു. ഈ വെണ്ണല വിദ്വേഷ പ്രസംഗ കേസുമായി ബന്ധപ്പെട്ട് പി സി ജോർജിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും ഒപ്പം ആ ഒരു കേസിന്റെ ചില വിശദാംശങ്ങൾ പോലീസിന് അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും ജാമ്യത്തിൽ 4 വ്യവസ്ഥകളാണ് ഉണ്ടായിരുന്നത്. ഈ 4ാമത്തെ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു എന്നുള്ള ചില കാര്യങ്ങൾ കോടതി മുൻപാകെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. 153A 205A തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ വകുപ്പുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം റദ്ദ് ചെയ്തുകൊണ്ട് ഒരു അറസ്റ്റ് എന്ന നീക്കത്തിലേക്ക് തന്നെയായിരിക്കാം പോലീസ് നീങ്ങുക. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനെതിരെയാണ് മകൻ ഷോൺ ജോർജ് വലിയ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. 153ാം വകുപ്പ് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ആ നിസാരമായ ഒരു വകുപ്പാണത്. ആ വകുപ്പ് പറഞ്ഞുകൊണ്ട്
ഇത്ര ധൃതിയിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ആദ്യത്തെ കേസായിരിക്കാം തന്റെ പിതാവ് PC ജോർജിൻ്റെതാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടവുമായി മുന്നോട്ട് നീങ്ങുമെന്നും പറയുന്നു. അതേസമയം BJP നേതാക്കളും പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന് വലിയൊരു പേടിയുണ്ട്. ഇത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് അതിലൂടെ ക്രൈസ്തവ സഭാ വോട്ടുകൾ നേടുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരു ആരോപണമാണ് BJP നേതാക്കൾ പറയുന്നത്. ഇപ്പോഴും പ്രദേശത്ത് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ പോലീസ് സ്റ്റേഷന് മുൻപിലൊക്കെ തന്നെ കൂടുതൽ പോലീസുകാരെ വിന്യസിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. വെണ്ണല വിദ്വേഷ കേസുമായി ബന്ധപ്പെട്ട PC ജോർജിന് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ആദ്യം ഇവിടെ എത്തിച്ച് വെണ്ണല വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിന്റെ വിശദാംശങ്ങൾ പോലീസ് തേടി. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒരുപക്ഷെ അവിടെ എത്തി കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം PC ജോർജിന്റെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. അനുജ, ഇതിലിപ്പോൾ ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയിട്ടുണ്ട് എന്നതാണല്ലോ നേരത്തെ നമുക്ക് ലഭിച്ച വിവരം. ഇനിയുള്ള നടപടിക്രമം എങ്ങനെയാണ് എന്നതാണ് വിനീതയ്ക്ക് ലഭിക്കുന്ന വിവരം. അനുജ, പ്രധാനമായും തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ ഹിന്ദുവേദിയുടെ പരിപാടിയിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് PC ജോർജിനെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജാമ്യത്തിൽ പ്രധാനമായും 4 വ്യവസ്ഥകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ 4ാമത്തെ വ്യവസ്ഥ PC ജോർജ് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും അദ്ദേഹത്തെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയ PC ജോർജിനെ തിരുവനന്തപുരത്ത് എത്തിയ പോലീസുകാർ ഇവിടെ വരികയും അദ്ദേഹത്തെ വാഹനത്തിൽ കയറ്റി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ എത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് എന്ന രീതിയിലേക്ക് പോവുക. അതേസമയം അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് മകൻ ഷോൺ ജോർജിന്റെയും ഒരു തീരുമാനം. വലിയൊരു സമ്മർദ്ദം പോലീസിന് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് അടക്കം പോലീസ് നീങ്ങിയതെന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. എല്ലാം നിയമപരമായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് തന്നെ PC ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തന്നെയാണ് രേഖപ്പെടുത്തിയേക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന ഒരു സൂചന. ജാമ്യം റദ്ദാക്കിയ സാഹചര്യത്തിൽ വിനീതയിലേക്ക് എത്താം. അരുൺ രാജിലേക്ക് വളരെ വേഗം ഒന്ന് പോവുകയാണ്. അരുൺ, ഇപ്പോൾ എങ്ങോട്ടേക്കാണ് PC ജോർജിന്റെ വാഹനം പോകുന്നത് എന്നതാണ് അരുണിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയാണോ? MG റോഡ് വഴി ഇപ്പോൾ വാഹനം പാസ് ചെയ്തു പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ആ വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ കൊച്ചി DCP ഈ വാഹനത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നു. PC ജോർജിനൊപ്പം കൊച്ചി DCPയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഈ വാഹനത്തിലുണ്ട്. ഇത്തരം വാഹനം ഇപ്പോൾ MG റോഡ് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് ഭാഗത്തേക്ക് പോകുന്നു എന്ന സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമായ വിവരം നമുക്ക് ലഭ്യമാകുന്നില്ല. പക്ഷേ PC ജോർജിനെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള തീരുമാനം അല്പസമയത്തിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനുശേഷം റോഡടക്കം കൃത്യമായി ക്രമീകരിച്ചതിനു ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ക്രമീകരിക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ്. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷാ കരണങ്ങൾ ഇപ്പോഴില്ല. പ്രതിഷേധങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു. കൂടുതൽ പേർ PC ജോർജിനെ പിന്തുണച്ച് അവിടേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തിൽ പാലാരിവട്ടത്ത് തുടരുന്നത് ശുഭകരമല്ല എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുത്തത്. കാരണം ആ റോഡടക്കം മണിക്കൂറുകളോളം ബ്ലോക്കിലുണ്ടാകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് മറ്റൊരിടത്തേക്ക് PC ജോർജിനെ ഇപ്പോൾ മാറ്റുന്നത്. PC ജോർജിനെ ഇവിടെ എത്തിച്ച ശേഷം പിന്നീടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുകയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക. എന്തായാലും PC ജോർജിനൊപ്പം മറ്റ് അകമ്പടി വാഹനങ്ങളൊന്നും തന്നെയില്ല. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ വാഹനം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ വാഹനത്തിലാണ് PC ജോർജിനെ ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അരുൺ രാജ്, ഈ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയത് എറണാകുളത്ത് വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനും ആ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി തന്നെയാണല്ലോ, അല്ലേ? അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ അറിയുന്നതും? തീർച്ചയായും ഈ കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ ഇക്കാര്യം PC ജോർജിനെ അറിയിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യും. കോടതി ഉത്തരവ് ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് ഈ PC ജോർജിന്റെ അറസ്റ്റിന് ഇപ്പോഴുള്ളത്. ആ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ കോടതിയിൽ നിന്നുള്ള കൃത്യമായ ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും.
PC ജോർജിനോടുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്ന അറസ്റ്റ് തങ്ങൾ കരുതിയ അറസ്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ ഈ ഘട്ടത്തിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല, അല്ലെങ്കിൽ വേവലാതികളില്ല. അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങൾ പാലാരിവട്ടത്തേക്ക് എത്തിയത്. പോലീസ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമായ സൂചന നേരത്തെ തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് PC ജോർജുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇക്കാര്യത്തിൽ BJP നേതാക്കളുടെ കൂടി അഭിപ്രായം പോലീസ് തേടിയിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഇവിടുന്ന് മാറ്റുകയാണ്. ഇക്കാര്യങ്ങളിൽ ഇവിടെ സുരക്ഷിതമല്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടത്ത് നിന്ന് ഇപ്പോൾ PC ജോർജിനെ മാറ്റുകയും MG റോഡ് വഴി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു അകമ്പടി വാഹനങ്ങളില്ലാതെ, നേരത്തെ PC ജോർജിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ഇങ്ങനെയാണോ കൊണ്ടുപോയത്, അത്തരം അകമ്പടി വാഹനങ്ങളില്ലാതെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ വാഹനത്തിൽ ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. ശരി, എന്തായാലും PC ജോർജ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അവിടെ വേണ്ടത്ര സുരക്ഷയില്ല. വലിയൊരു സംഘം നേരത്തെ തന്നെ PDP പ്രവർത്തകർ PC ജോർജിനെതിരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് BJP പ്രവർത്തകരുടെ വലിയൊരു സംഘം, മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. കൊച്ചി DCPയുടെ വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തെ MG റോഡ് വഴി കൊണ്ടുപോവുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് മാറ്റാനുള്ള നീക്കമാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങളുടെ പ്രതിനിധികൾ നൽകുന്നത്. തിരുവനന്തപുരം അനന്തപുരി മതവിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജിന്റെ ജാമ്യം തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി റദ്ദാക്കിയിരുന്നു. തുടർന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വെണ്ണല പ്രസംഗ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായ PC ജോർജിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പാലാരിവട്ടം സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. നിലവിൽ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു. അറസ്റ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വലിയൊരു സംഘം BJP പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. BJP നേതാക്കൾ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മകൻ ഷോൺ ജോർജിനൊപ്പമാണ് PC ജോർജ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, അപ്പീൽ നൽകും മേൽക്കോടതിയിലേക്ക് എന്നാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളത് വിശദീകരിച്ചോ? ഉടൻ തന്നെ അതിന്റെ നീക്കങ്ങൾ ഉണ്ടാകുമല്ലോ? തീർച്ചയായും അനുജ, അങ്ങനെ ഒരു നീക്കം തന്നെയായിരിക്കും PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നടത്തുക. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ മേൽക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വെണ്ണല വിദ്വേഷ പ്രസംഗ കേസുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ തന്നെ പാലാരിവട്ടം പോലീസ് PC ജോർജിനെ ഹാജരാകണമെന്ന് കാണിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ കൂടുതൽ മൊഴി നൽകുന്നതിനും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസിന് നൽകുന്നതിനുമൊക്കെ അതിന്റെ ഭാഗമായൊക്കെയാണ് PC ജോർജ് എന്ന പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി എത്തിയത്. ഇതിനിടയിലാണ് PC ജോർജിന്റെ ജാമ്യം തിരുവനന്തപുരം കോടതി പരിഗണിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്തത്. ഉടനടി തന്നെ പോലീസ് അറസ്റ്റ് എന്ന നീക്കവുമായി മുന്നോട്ട് നീങ്ങുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഉൾപ്പെടെ ലഭിച്ചൊരു സാഹചര്യമുണ്ട്. ഇതിനിടയിൽ വലിയ രീതിയിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രധാനമായും അവർ പറയുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് സർക്കാരിനെ വലിയ രീതിയിൽ ഇത്തരത്തിലേക്ക് ഒരു അറസ്റ്റിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജും അത്തരമൊരു ആരോപണം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സഭകളുടെ വോട്ട് സർക്കാരിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭകളെ ഉൾപ്പെടെ പ്രീണപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു സമ്മർദ്ദം പോലീസിന്മേൽ മുഖ്യമന്ത്രി ചെലുത്തുന്നതെന്നൊരു ആരോപണം തന്നെയാണ് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ്. അരുൺ രാജിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഇപ്പോൾ ഈ വാഹനം എങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു? അദ്ദേഹത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു? അതിന്റെ കൃത്യമായ വിവരങ്ങളുണ്ടോ? നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കാം, പ്രേക്ഷകരെ ദൃശ്യങ്ങൾ കാണിക്കാം. ഇപ്പോൾ എയർ ക്യാമ്പിലേക്ക്, ഈ എറണാകുളത്തെ ക്യാമ്പിലേക്ക്, പോലീസ് ക്യാമ്പിലേക്കാണ് ഇപ്പോൾ PC ജോർജിനെ എത്തിച്ചിരിക്കുന്നത്. ഈ PC ജോർജിനെ കൊണ്ടുവന്ന വാഹനമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ PC ജോർജ് അടക്കമുള്ളവർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ പോലീസ് എത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ളവർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ പോലീസ് എത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോവുക. എന്നാലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തി. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. കൊച്ചി DCP അടക്കമുള്ളവർ ഇവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തുന്നുണ്ട്. കാരണം ഈ PC ജോർജിനെ നേരത്തെ കൊണ്ടുവന്നിരുന്നു. ഈ കൊണ്ടുവന്ന സാഹചര്യത്തിലടക്കം ഇവിടെയാണ് ഏറ്റവും സുരക്ഷിതം. ഇതിനകത്തേക്ക് പ്രതിഷേധങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഇവിടേക്ക് ഉണ്ടാകില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ പോലീസ് ഇവിടേക്ക് കൊണ്ടുവന്നത്.
തുടർന്നാണ് ഇപ്പോൾ PC ജോർജിനെ ഇതിനുള്ളിൽ തന്നെ തുടരുകയാണ്. പോലീസിന് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുന്ന അടക്കമുള്ള നടപടിയിലേക്ക് ഇനി പോലീസ് കടക്കുകയും ചെയ്യും. ഈ ഉത്തരവ് ലഭിക്കുന്നവരെയായിരുന്നു പോലീസ് കാത്തുനിന്നത്. ഇപ്പോൾ ഈ ഉത്തരവ് ലഭിച്ചിരിക്കുന്നു. ഇനി കൂടുതൽ സുരക്ഷിതമായ ഒരു കേന്ദ്രം അല്ലെങ്കിൽ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചി ഡെപ്യൂട്ടി സിറ്റി പോലീസ് കമ്മീഷണർ ഇവിടെ തുടരുന്നുണ്ട്. ഈ PC ജോർജുമായി വാഹനമാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്നത്. നമ്മുടെ ക്യാമറമാൻ അഭിലാഷ് ആ ദൃശ്യങ്ങൾ കൃത്യമായി ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഈ PC ജോർജിനെ ഇവിടെ എത്തിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ പോലീസ് എത്തുന്ന മുറയ്ക്ക് ആവശ്യാനുസരണം സുരക്ഷ ഒരുക്കിയായിരിക്കും പോലീസ് ഇവിടെ നിന്ന് PC ജോർജിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക. എന്തായാലും ഈ സുരക്ഷിതത്വം അത് പ്രതിഷേധങ്ങൾ ഉണ്ടാകാത്ത സ്ഥലം, PC ജോർജിനെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ എത്താത്ത സ്ഥലം, ഇതെല്ലാം കരുതിക്കൊണ്ടാണ് പോലീസ് ഇവിടേക്ക് ഇപ്പോൾ PC ജോർജിനെ മാറ്റിയിരിക്കുന്നത്. PC ജോർജ് ഇപ്പോൾ ഈ പോലീസ് ക്യാമ്പിൽ ഈ പോലീസ് ക്യാമ്പിനകത്തെ ഹാളാണ്. ആ ഹാളിൽ ഇപ്പോൾ PC ജോർജ് തുടരുകയാണ്. അരുൺരാജ്, ഇതിൽ കൊച്ചി DCPയുടെ വാഹനത്തിലാണ് അദ്ദേഹം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് AR ക്യാമ്പിലേക്ക് എത്തിയത്. കൂടാതെ മറ്റ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയുണ്ട് അവിടെ? തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം അടക്കം അവിടെ എത്തിയിട്ടുണ്ടോ? തീർച്ചയായും അനുജ, തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ഡെപ്യൂട്ടി സിറ്റീസ് പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഇപ്പോഴും ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൽ നിലവിൽ ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കില്ല. ഇനി ചെയ്യാനുള്ളത് PC ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള കടമ്പയാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. കാരണം ഈ കോടതി ഉത്തരവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് ആയിരിക്കും നടക്കുക. അതിന് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം ഈ മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ ഇവിടെ എത്തുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ ആലപ്പുഴയിലേക്ക് കടന്നതേ ഉള്ളൂ. അവർ എത്തിയാൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ കൂടുതൽ സുരക്ഷിതത്വവും പ്രതിഷേധങ്ങൾ അകത്തേക്ക് കടക്കാത്ത സ്ഥലവും എന്ന രീതിയിലാണ് ഈ ക്യാമ്പിലേക്ക് ഇപ്പോൾ PC ജോർജിനെ മാറ്റിയിരിക്കുന്നത്. PC ജോർജ് ഇപ്പോൾ തുടരുകയാണ് ഇവിടെ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സ്ഥലമാകുമ്പോൾ കൂടുതൽ സുരക്ഷിതത്വം, ഇക്കാര്യങ്ങളിൽ മറ്റു പ്രശ്നങ്ങളില്ല. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളെ ഭയക്കേണ്ടതില്ല. കൂടുതൽ സൗകര്യാനുസരണം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യാം പോലീസിന്. അതാണ് ഇഘട്ടത്തിൽ പോലീസ് പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ പോലീസ് ഈ PC ജോർജ് എത്തുന്നതുമായി ബന്ധപ്പെട്ട സുരക്ഷ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അരുൺ, ഇപ്പോൾ ഫോർട്ട് ACP അടക്കം ഇങ്ങോട്ടേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അറസ്റ്റ് ഉണ്ടാകൂ എന്ന വിവരമാണോ നമുക്കുള്ളത്? ഈ പോർട്ട് AC എത്തുന്നവരെ പോലീസ് കാക്കുമോ അല്ലെങ്കിൽ ഇതുവരെ ആ PC ജോർജിനെ ഇവിടെ തന്നെ തുടരാൻ അനുവദിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ഈ കൂടുതൽ ആൾക്കാർ എത്തി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ആ PC ജോർജിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക, അതാണ് പോലീസ് ഇഘട്ടത്തിൽ ചെയ്യുന്നത്. അതിന് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം കൂടി ഇപ്പോൾ കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. അവർ എത്തുന്നതിന് വേണ്ടിയുള്ള കാലതാമസം മാത്രമാണ് പോലീസ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും രാത്രിയെ PC ജോർജിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകൂ എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിരിക്കുന്നു. കാരണം രാത്രിയിൽ കൊണ്ടുപോകുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കും, റോഡ് കൂടുതൽ ക്ലിയർ ആയിരിക്കും, അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും ഇനിയുള്ള യാത്ര അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ നേരത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് PC ജോർജ് ആ ദൃശ്യങ്ങൾ കാണാം. PC ജോർജ് അതിനുള്ളിൽ നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. PC ജോർജ് ആണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. ദൃശ്യങ്ങൾ PC ജോർജ് ആ ഹാളിൽ ഇപ്പോഴും തുടരുകയാണ്. കൊച്ചി DCP അടക്കമുള്ളവർ ആ ഹാളിലുണ്ട്. അവിടെയാണ് PC ജോർജ് ഇപ്പോൾ ഉള്ളത്. PC ജോർജിനോട് കാര്യങ്ങൾ കൃത്യമായി പോലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇനി മറ്റ് ഓപ്ഷനില്ല. കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഉത്തരവുണ്ട്. അത് പോലീസ് കൃത്യമായി PC ജോർജിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോഴുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇക്കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായ ഒരു പ്രശ്നം, അത് അകമ്പടി അടക്കം സേവിച്ചതിനടക്കം മുഖ്യമന്ത്രിക്ക് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ അതെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇനിയുള്ള നടപടിയിലേക്ക് പോവുക. എന്തായാലും പോലീസ് കൂടുതൽ ജാഗ്രതയായി ഇപ്പോൾ നിൽക്കുന്നു. ഈ സ്ഥലത്ത് PC ജോർജിനെ എത്തിച്ചതോടുകൂടി ഇതിനുള്ളിലേക്ക് പ്രതിഷേധങ്ങൾ എത്തില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഇറക്കുന്ന സമയം അത് ഇനി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും തീരുമാനിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് പുറത്തേക്ക് ഇവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്.
ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലടക്കം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. വെണ്ണല മതവിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലടക്കം ഇഘട്ടത്തിൽ നിർത്തിവെച്ചിരിക്കുന്നു. കാരണം ഇനി അതിലേക്ക് പോകേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ PC ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തിയായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു എന്നുള്ളതാണ്. കാരണം അറസ്റ്റ് അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഈ കോടതി ഉത്തരവ് അതിനു മുമ്പ് തന്നെ അന്വേഷണ സംഘം ഈ പാലാരിവട്ടം SHOക്ക് കൈമാറിയിരുന്നു. കാരണം ഇതിൽ തങ്ങൾക്ക് ഒരു കോടതി ഉത്തരവുണ്ട്. ഈ PC ജോർജിന്റെ ജാമ്യം റദ്ദ് ചെയ്തിരിക്കുന്നു. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാം. ഇക്കാര്യത്തിൽ അതിന്റെ നടപടിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മതവിദ്വേഷ പ്രസംഗത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാതെ ഇതുമായി ബന്ധപ്പെട്ട നടപടി ആദ്യ ഭാഗം അറസ്റ്റിലേക്കുള്ള ആദ്യ നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ഇപ്പോൾ പ്രതിയായ PC ജോർജിനെ മറ്റൊരു സ്ഥലത്തേക്ക് പോലീസ് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. ശരി, PC ജോർജ് മുൻ MLA ഇപ്പോൾ എറണാകുളം AR ക്യാമ്പിനാണുള്ളത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. നേരത്തെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനായി അദ്ദേഹം അവിടെ എത്തിയിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചില്ല. അതിനു മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള കോടതി ഉത്തരവ് അങ്ങോട്ടേക്ക് ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷിതമായൊരു കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അങ്ങനെയാണ് എറണാകുളം AR ക്യാമ്പിലേക്ക് PC ജോർജിനെ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണ് അരുൺ രാജ് നൽകിയത്. ന്യൂസ് ഈവനിംഗിലേക്ക് വീണ്ടും. അനന്തപുരി വിദ്വേഷ പ്രസംഗ കേസിൽ ജാമ്യം റദ്ദാക്കിയതിനു ശേഷം PC ജോർജിനെ ഇപ്പോൾ എറണാകുളം AR ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ അവിടെ വെച്ചുണ്ടാകും. അദ്ദേഹം AR ക്യാമ്പിലുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് സുരക്ഷിതമായൊരിടത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു നേരത്തെ പോലീസ് ചെയ്തത്. കൊച്ചി DCP അടക്കമുള്ളവർ അവിടെ ഉണ്ട് എന്ന വിവരം. ഇപ്പോൾ ഈ ഘട്ടത്തിൽ മകൻ ഷോൺ ജോർജും PC ജോർജിന്റെ അഭിഭാഷകനും കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അരുൺ രാജിലേക്ക് ഒരിക്കൽ കൂടി. അരുൺ, ഷോൺ ജോർജും അഭിഭാഷകനും അങ്ങോട്ടേക്ക് എത്തുന്നു. അവരോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരെന്താണ് പറയുന്നത്? തീർച്ചയായും ഈ അനുജ, ഈ ഷോൺ ജോർജും അത് അഭിഭാഷകനുമായി നമുക്ക് സംസാരിക്കാൻ പറ്റി. അവർ പറയുന്നത് ഈ പാലാരിവട്ടത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലീസ് ഒന്നും തന്നെ തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. അഭിഭാഷകനൊപ്പം 2 പേർ കൂടി, അത് ജാമ്യമെടുക്കാൻ 2 പേർ കൂടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഈ കേസിൽ ജാമ്യം ലഭിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷ. ഈ ജാമ്യത്തിന് വേണ്ടി അഭിഭാഷകൻ നിർദ്ദേശമനുസരിച്ച് 2 പേർ കൂടി PC ജോർജിന് വേണ്ടി ഇപ്പോൾ ഈ AR ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ജാമ്യം എടുക്കുന്നതിന് ഒപ്പിടുന്നതിന് വേണ്ടിയാണ് എത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഈ സെയിം ഓഫൻസ് വീണ്ടും ആവർത്തിക്കുക എന്നുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകുന്നതിന് ഇട നൽകുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ തിരുവനന്തപുരത്തുള്ള പോലീസ് അടക്കമുള്ളവർ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട പ്ലാൻ പൂർത്തീകരിക്കുകയുമാണ്. എങ്ങനെ വേണം ഈ PC ജോർജിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ, അറസ്റ്റ് ഉണ്ടായാൽ അതിനുശേഷമുള്ള നടപടികൾ എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ നേരത്തെ വലിയ രീതിയിലുള്ള മുഖ്യമന്ത്രി അടക്കമുള്ളവർ അതിർത്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നൊരുക്കത്തോടെയായിരിക്കും പോലീസിന്റെ ഇനിയുള്ള നീക്കം. നേരത്തെ പറഞ്ഞതുപോലെ രാത്രി തന്നെ ഒരു യാത്ര, അതാണ് പോലീസ് ഇഘട്ടത്തിൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ഈ കൂടുതൽ പോലീസ് എത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയർ ക്യാമ്പാണ്. ഇവിടെ പോലീസിന് കൂടുതൽ സുരക്ഷിതമായ സ്ഥലം എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. കാരണം മറ്റിടങ്ങളെ പോലെ അല്ല, പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടനങ്ങളോ അടക്കം ഇവിടേക്ക് വരില്ല. ഇപ്പോൾ ഷോൺ ജോർജ് അടക്കമുള്ളവർ പുറത്തേക്ക് വരുന്ന കാഴ്ച, ആ ദൃശ്യങ്ങൾ കാണാം. ഷോൺ ജോർജ്, അതുപോലെ തന്നെ PC ജോർജിന്റെ അഭിഭാഷകൻ അടക്കമുള്ളവർ ഇപ്പോൾ ഈ PC ജോർജിനെ കണ്ട ശേഷം പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും. ദൃശ്യങ്ങൾ ഇപ്പോൾ അതിനുശേഷം ഈ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ, DCP അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അവരുമായി ഈ കാര്യങ്ങൾ ആശയവിനിമയം പൂർത്തീകരിച്ചുണ്ടാകും. ഇക്കാര്യങ്ങളിൽ ജാമ്യം നൽകാൻ ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നീ കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. കാരണം അത്തരം സാഹചര്യങ്ങളിൽ ഒരേ ഒഫൻസ് വീണ്ടും ആവർത്തിച്ച സാഹചര്യത്തിൽ സാധ്യത കൂടി അടഞ്ഞു. ഇപ്പോൾ ഷോൺ ജോർജ് DCP യുമായി സംസാരിക്കുകയാണ്. സമീപത്ത് PC ജോർജുമുണ്ട്. ഈ DCPയുടെ സമീപത്ത് തന്നെ PC ജോർജിനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അനുജ നേരത്തെ പറഞ്ഞതുപോലെ ഷോൺ ജോർജിനൊപ്പം ഇപ്പോൾ PC ജോർജ് കൂടി ഇക്കാര്യങ്ങൾ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ PC ജോർജുമായി അടക്കമുള്ളവരുമായി പരസ്പരം വിശദീകരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. പ്രധാനമായും ഷോൺ ജോർജ് ഇക്കാര്യത്തിൽ നിയമപരമായ കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തോടും അതുപോലെ തന്നെ പോലീസിനോടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിനുശേഷമായിരിക്കും പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക. PC ജോർജ് പുറത്തേക്ക് വരുന്ന കാഴ്ച, ഈ AR ക്യാമ്പിനുള്ളിൽ നിന്ന് PC ജോർജ് പുറത്തേക്ക് വരികയാണ്. മകൻ ഷോൺ ജോർജ്, അഭിഭാഷകർ അടക്കമുള്ളവരുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ശരീരഭാഷ തന്നെയാണ്. PC ജോർജിന്റെ ശരീരഭാഷയ്ക്കൊന്നും ഒരു മാറ്റവുമില്ല. കാരണം ഇതിൽ വളരെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഒന്നും തനിക്കില്ല എന്ന് PC ജോർജിന്റെ ശരീരഭാഷയിൽ തന്നെ വ്യക്തമാണ്. PC ജോർജ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്.
PC ജോർജ്, ഷോൺ ജോർജും അതുപോലെ തന്നെ കൊച്ചി DCP അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PC ജോർജിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഷോൺ ജോർജ് അടക്കമുള്ളവർ മടങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവർ ഈ DCP അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കുകയാണ്. ഷോൺ ജോർജ് മടങ്ങി വരികയാണ് അനുജ. ശരി, അതായത് PC ജോർജിനെ ഇനിയും കൊണ്ടുപോകുന്നത് എങ്ങോട്ടേക്കാണ് എന്നൊക്കെയുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ അത് പറയാൻ കൃത്യതയോടെ പറയാൻ കഴിയുമോ അരുണിന്? ഈ ഘട്ടത്തിൽ അത് ഏത് സാഹചര്യമാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യം ഇഘട്ടത്തിൽ വ്യക്തമല്ല. എന്തായാലും അത്തരമൊരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഏറ്റവും സുരക്ഷിതമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിഷേധങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലിച്ചുള്ള പ്രകടനങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. സ്വാഭാവികമായും പോലീസിന് കുറച്ചുകൂടി അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കാൻ കഴിയും. അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ലാത്തൊരു സ്ഥലം AR ക്യാമ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് പോലീസ് ഇവിടെ തന്നെ തുടരുകയും ചെയ്യുന്നത്. എന്തായാലും ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിനിടെ PC ജോർജിന്റെ മകൻ, എനിക്ക് തോന്നുന്നു, അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും അനുജ, അഭിഭാഷകരും അതുപോലെ തന്നെ PC ജോർജിന് ജാമ്യം എടുക്കാൻ എത്തിയ രണ്ടുപേർ ഇവരടക്കമുള്ളവരുമായാണ് ഈ ഘട്ടത്തിൽ ഷോൺ ജോർജ് കൂടിക്കാഴ്ച നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. എന്തായാലും ഈ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ജാമ്യം നൽകാനുള്ള സാധ്യത ഇഘട്ടത്തിൽ ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി തന്നെ ഷോൺ ജോർജിന് അറിയാം. ശരി, PC ജോർജ് ഇപ്പോൾ എറണാകുളം AR ക്യാമ്പിലാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം അഭിഭാഷകനും ഉണ്ട്. അവിടെ നിന്നൊക്കെയുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അനന്തപുരി മതവിദ്വേഷ പ്രസംഗ കേസിലാണ് കോടതി, തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കിയത്. അതിൽ കോടതി കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് ജാമ്യം ദുരുപയോഗം ചെയ്തു എന്നാണ്. ജാമ്യം ലഭിച്ച് 10 ദിവസത്തിനുള്ളിൽ വീണ്ടും സമാനമായ രീതിയിൽ PC ജോർജ് പ്രസംഗം നടത്തി, തുടർച്ചയായി പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം റദ്ദാക്കിയത്. എന്നാൽ ഈ കേസിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനം നടന്നിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ സമാനമായ രീതിയിൽ മറ്റൊരു പ്രസംഗം നടത്തിക്കൊണ്ട് ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു PC ജോർജ് എന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. ആ ഉത്തരവ് പാലാരിവട്ടം പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നത്. നേരത്തെ വെണ്ണല പ്രസംഗവുമായി ബന്ധപ്പെട്ട് PC ജോർജിന്റെ മൊഴിയെടുക്കലും ഉണ്ടായിരുന്നു. അവിടെ വലിയൊരു സംഘം BJP PDP പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വലിയ ഷോൺ ജോർജിന്റെ പ്രതികരണം. ഹൈക്കോടതി സമീപിക്കും. അതെ 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 ഞാൻ തിരുവനന്തപുരം കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. അരുൺ, കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ, മേൽക്കോടതിയെ സമീപിക്കുന്നത് നേരത്തെ തന്നെ ഷോൺ ജോർജ് വ്യക്തമാക്കിയതാണ്. ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ PC ജോർജിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അദ്ദേഹത്തിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ, ഇനി അടുത്ത നടപടി എന്താണ് തുടങ്ങിയ കാര്യങ്ങളിൽ? മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ് ഷോൺ ജോർജ്, PC ജോർജിന്റെ മകൻ, വ്യക്തമാക്കിയത്. എറണാകുളം AR ക്യാമ്പിൽ PC ജോർജിനെ സന്ദർശിച്ച ശേഷം അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം അഭിഭാഷകനും ഉണ്ട്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. എറണാകുളം AR ക്യാമ്പിലാണ് PC ജോർജും നിലവിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പാലാരിവട്ടം സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ സുരക്ഷിതമായൊരിടം എന്ന തരത്തിലാണ് AR ക്യാമ്പിലേക്ക് മാറ്റിയത്. പാലാരിവട്ടം സ്റ്റേഷന് മുന്നിൽ BJP പ്രവർത്തകരും PDP പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. PC ജോർജിന് പിന്തുണയുമായാണ് BJP പ്രവർത്തകർ എത്തിച്ചേർന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നാണ് അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റിയത്. അറസ്റ്റ് അടക്കം നടപടിക്രമങ്ങൾ ഇനി നടക്കാനിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം ഇതിനോടകം തന്നെ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഫോർട്ട് ACPയുടെ നേതൃത്വത്തിലുള്ള സംഘവും അങ്ങോട്ടേക്ക് എത്തുമെന്ന വിവരവുമുണ്ട് നമുക്ക്.
അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകും. അദ്ദേഹത്തെ രാത്രിയോടെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോഴുണ്ടായ സംഭവവികാസങ്ങൾ പ്രേക്ഷകരെല്ലാവരും ഓർക്കുന്നുണ്ടാകും. അത്തരത്തിലേക്കുള്ള സംഭവവികാസങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നൊരു മുൻകരുതലിൻ്റെ ഭാഗമായി കൂടി രാത്രി ഒരു യാത്രയിലേക്ക് PC ജോർജിനെ ഒരുക്കുകയാണ് പോലീസ് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞ. അരുണിലേക്ക്. അരുൺ, കേൾക്കാമോ? അനുജ, എന്തായാലും PC ജോർജിനെ ഇപ്പോൾ AR ക്യാമ്പിൽ തന്നെ തുടരുകയാണ്. ഈ പോലീസ് ക്യാമ്പിൽ തുടരുന്ന കാഴ്ചയാണ് PC ജോർജ് ഇപ്പോൾ ഉള്ളത്. മകൻ ഷോൺ ജോർജ് അടക്കമുള്ള അഭിഭാഷകർ അടക്കമുള്ളവർ അല്പസമയം മുമ്പ് ഇവിടെ എത്തുകയും PC ജോർജുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തായാലും ഇക്കാര്യത്തിൽ ഷോൺ ജോർജ് അടക്കമുള്ളവരുമായി PC ജോർജിന്റെ വിഷയത്തിലുള്ള കാര്യം കൃത്യമായി തന്നെ പോലീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നടക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഉണ്ടാകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PC ജോർജിനെ ഇപ്പോൾ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ട സ്ഥലത്ത് നിന്ന് ആ ഹാളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ PC ജോർജ് ഇപ്പോൾ AR ക്യാമ്പിൽ തിരുവനന്തപുരം AR ക്യാമ്പിൽ തുടരുകയാണ്. എറണാകുളം AR ക്യാമ്പിൽ തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷം അറസ്റ്റ് ഉണ്ടാകും എന്നാണോ അറിയാൻ കഴിയുന്നത്? അദ്ദേഹത്തെ സുരക്ഷിതമായൊരിടം എന്ന നിലയിൽ കുറച്ചല്പസമയം അവിടെ കാത്തിരിക്കേണ്ടതുണ്ട് എന്നതിനാൽ അങ്ങോട്ടേക്ക് മാറ്റിയെന്നാണോ അരുൺ? ശരി, അരുണിലേക്ക് എത്താം. ഇപ്പോൾ AR ക്യാമ്പിൽ തന്നെ PC ജോർജ് തുടരുന്നുണ്ട്. അറസ്റ്റ് ഉണ്ടാകുന്നത് ഒരുപക്ഷേ തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമാകാം എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.